എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒന്നില്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞു പോകണ്ട. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് അരഞ്ഞു പോവാതെ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സാക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് തേങ്ങ, പിന്നെ 1.5 ടേബിൾ സ്പൂണോളം റവ, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ ഒരു 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കോൺഫ്ലവർ നമ്മൾ ആദ്യം തന്നെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കാതെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ കോൺഫ്ലവർ നമ്മൾ മൈദപ്പൊടിയും അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരത്തിന് കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണുള്ളത് വെച്ചാൽ അതൊക്കെ എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് മാവായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇട്ടാലും മതി. അപ്പം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 സൈഡും ഈ ഒരു കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തങ്ങാണ്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു പിസ്ത നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്.